എന്നാ ഇത് ബില്ല്? അതറിയാ, എന്ത് ബില്ലിന്നാ ചോദിച്ചേ? ഹോട്ടൽ ബില്ല്. ഇത്രയും ബില്ല? തിന്നാനും കുടിക്കാനൊന്നും ആക്കലില്ലേ? ഇവിടുത്തെ ആൾക്കാരുടെ പൂച്ച പറ്റിനാ? അത് പിന്നെ അമ്മ ഓക്ക് കഴിഞ്ഞ ആഴ്ച സുഖമില്ലാത്ത ഹോട്ടലിൽ നിന്ന് വരുത്തിച്ചു ഫുഡ്, അതിന്റെ ബില്ല അത്. അതിനെന്താ, ഇവക്ക് കുറച്ച് കഞ്ഞി ചമ്മന്തിയും വെച്ചാ പോരെ? സുഖമില്ലാത്ത ഞാനെന്തിനാ ഉണ്ടാക്കുന്നത്? ഓർക്കുണ്ടാക്കി തന്നൂടെ? ഇനിയെന്നാണ് എന്നെ പേടിപ്പിക്കുന്നേ? ഇങ്ങനെ തർക്കുത്തരം പറയുന്നത് എന്നോട്? അന്ത പെണ്ണുങ്ങൾക്കെ അടുക്കള പണി എടുക്കാവുന്നുണ്ട്, അതുപോലെ എന്താ ആണുങ്ങൾക്ക് എടുത്തൂടാ? ഇനിയെന്നാണ് ഇങ്ങനെ ഒച്ചത്തിൽ പറയുന്നേ? എനിക്കിപ്പോ കുറച്ച് അഹങ്കാരം കൂടിയിട്ടുണ്ട്. നിങ്ങൾ ഈ അഹങ്കാരം അഹങ്കാരം എന്ന് പറയുന്നത് കേൾക്കുമ്പോഴേ എനിക്ക് ദേഷ്യം വരുന്നു. ദേഷ്യം വന്ന ഇനിയെന്നാണ് എന്നെ ചെയ്യുക? അടിക്കുക? ഞാനൊരു ഒരു നിമിഷം ഇവിടെ നിൽക്കൂല. നിങ്ങൾ പോലമ്മ, നിങ്ങൾ പോലെ വേണ്ട പോലെ വേണ്ട പോലെ ഇനി എന്നെ ബസ് സ്റ്റോപ്പിൽ ഇറക്കി തന്നെ. ഞാൻ പോന്നാ നീ ഇറക്കി തന്നെ, എന്റെ ബസ് സ്റ്റോപ്പിൽ ഇറക്കി തന്നെ. ഇവളെ സ്വഭാവം ഇത്രയും പടക്കാന്ന് ഞാൻ അറിയല്ലേനു മോനെ. എന്റെ സ്വഭാവം ഭയങ്കര മോശം. ഇപ്പം തിരിഞ്ഞില്ലേ? എന്നാ ഞാൻ കേട്ടില്ലേ? ഇനി എനിക്ക് ഇവിടെ നിന്നാലേ ഭ്രാന്തായി പോവും. ഞാൻ പോന്നാ. അല്ല അമ്മ പോവല്ല, ഞാൻ പറയുന്നത്. ഇല്ല മോനെ, ഇനി ഞാൻ ഒരു നിമിഷം നിൽക്കൂല. ഞാൻ പോന്നാ. അമ്മ പോയാ വീതാട്ടാ? അമ്മ പോയി. എനിക്കെന്താ പറ്റിയേ? എന്റെ പെറ്റ അമ്മയല്ലേ, എനിക്കെന്താ ഭ്രാന്തായ? അത് പിന്നെ പേതാട്ടാ, അമ്മ അച്ഛനുമായിട്ട് അടിയാക്കിയിട്ടാ ഇങ്ങ് വന്ന് നിന്നിട്ടുള്ളത്. അന്നേരം അച്ഛനാടെ ഒറ്റയ്ക്കല്ലേ, അച്ഛന് സുഖമില്ലാത്ത, അച്ഛൻ മരുന്നെല്ലാം കുടിക്കുന്നതല്ലേ. അമ്മ ഇങ്ങ് വന്ന് നിന്നാ പിന്നെ അച്ഛനാരാ മരുന്നെല്ലാം എടുത്തു കൊടുക്കുക? ഞാൻ നല്ലോണം നിന്നാ പിന്നെ അമ്മ അങ്ങ് പോവുകയില്ല, നിനക്കറിയാം. അന്നേരം പിന്നെ അച്ഛൻ അങ്ങ് ഒറ്റയ്ക്ക് തന്നെ ആയിപ്പോവും. അതുകൊണ്ടാ ഞാൻ അങ്ങനെയെല്ലാം പറഞ്ഞ. നോക്ക് പോന്നു, ഇനി അമ്മേനോട് ചെയ്തതെല്ലാം തെറ്റ് തന്നെയാണ്. ഇനി ഇങ്ങനെയൊന്നും അമ്മേനോട് പറയാൻ പാടില്ല. പോട്ടെ, സാരല്ല, നല്ലൊരു കാര്യത്തിന് വേണ്ടിട്ടല്ലേ. സാരല്ല.